Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ചെക്ക് അല്ലേ, അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കണ്ടായി. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചെക്കുകളുടെ എക്സ്ചേഞ്ച്, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇഷ്യൂ, അല്ലെ അതിൻ്റെ പേയ്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് ക്രോസിംഗ്. സോ വാട്ട് ഈസ് ദ ക്രോസിംഗ് ഓഫ് ചെക്ക്? എന്താണ് ചെക്ക് ക്രോസിംഗ് അല്ലെങ്കിൽ ക്രോസിംഗ് ഓഫ് ചെക്ക്? അതിൻ്റെ പ്രത്യേകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ക്രോസിംഗ് ചെയ്യുന്നത്? ഏതൊക്കെ തരത്തിൽ നമുക്ക് ക്രോസിംഗ് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചെക്സ് ആർ ഓഫ് ടു ടൈപ്സ്, നെയിംലി ഓപ്പൺ ചെക്ക് ആൻഡ് ക്ലോസ്ഡ് ചെക്ക്. ചെക്കുകൾ സാധാരണഗതിയിൽ അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ചില ചെക്കുകളൊക്കെ എന്താണ് ഓപ്പൺ ചെക്കുകൾ എന്ന് പറയും, ചിലതൊക്കെ ക്ലോസ്ഡ് ചെക്ക് എന്ന് പറയും. സോ എ ചെക്ക് വിത്തൗട്ട് ക്രോസിംഗ് ഈസ് കോൾഡ് ആസ് എൻ ഓപ്പൺ ചെക്ക്. ക്രോസിംഗ് ചെയ്യാത്ത ചെക്കുകളെയാണ് നമ്മൾ ഓപ്പൺ ചെക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ചെക്കിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പൺ ചെക്സ് മേ ആർ പേയബിൾ അറ്റ് ദി കൗണ്ടർ ഓഫ് ദ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ കൗണ്ടറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെക്കുകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഓപ്പൺ ചെക്കുകളുടെ ഒരു പ്രത്യേകത. ഓക്കെ, എനി പേഴ്സൺ ഹൂ പ്രസൻറ്റ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ ആരുടെ പേരാണോ ഒരു ചെക്കിലുള്ളത്, ആ ചെക്കിൽ അല്ലേ പേര് എഴുതിയിരിക്കുന്ന ഒരാൾക്ക് അതിൽ ഒപ്പിട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിൻ്റെ കൗണ്ടറിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെയുള്ളൊരു ചെക്കിനെ നമ്മൾ ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ so therefore great risk is involved if such a check fall in the hands of an undesirable person. Clear? So in other words, to avoid such a risk and to become the check more safe, the device known as crossing is introduced. കൗണ്ടറിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഓപ്പൺ ചെക്കുകളുടെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു അല്ലേ, പേ ടു ഇന്ന ആളുടെ പേരെന്നൊക്കെ എഴുതി, അയാളുടെ പേരൊക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്തു, ഇത്ര രൂപ എന്നൊക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്തു, ചെക്കൊക്കെ സൈൻ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക അല്ലേ. ഈ ചെക്ക് അയാൾ തന്നെ മാറ്റിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. വേറൊരാളുടെ കയ്യിൽ ആ ചെക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇയാളുടെ സിഗ്നേച്ചറുള്ള ചെക്കാണെങ്കിൽ കൗണ്ടറിലൂടെ നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, അയാളുടെ പേര് എഴുതിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ക്ലിയർ? അല്ലെങ്കിൽ ബാക്കിൽ ക്ലിയർ ഇയാളുടെ സിഗ്നേച്ചറുടെ നേരത്തെ ഒറിജിനൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആളുടെ ആരുടെ പേർക്കാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാളുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, എൻഡോസർ എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇയാൾക്ക് എന്ത് ചെയ്യാം, കൗണ്ടറിലൂടെ പേര് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ആരാണ് ചെക്ക് വാങ്ങിച്ചതെന്നൊന്നും ബാങ്കിൽ അന്വേഷിക്കാറില്ല. ബാക്കിൽ സിഗ്നേച്ചർ ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. ആരുടെ പേർക്കാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അവരുടെ സൈൻ ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഇഷ്യൂ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരുടെ പേർക്കാണോ അവർ ബാക്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ക്ലിയർ? അപ്പോൾ കൗണ്ടറിലൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റും കിട്ടും. ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നൊന്നും പിന്നീട് ട്രേസ് ചെയ്യാനേ പറ്റില്ല. ബാങ്കുകൾക്ക് ഇതൊന്നും ഉറപ്പ് വരുത്താനും ബാധ്യതയില്ല. കാരണം എന്താ അല്ലേ, അതിൽ കൊടുത്തിരിക്കുന്ന ആൾ തന്നെയാണോന്ന് എൻക്വയറി ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസും മറ്റുള്ള കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓപ്പൺ ചെക്കിന് പലതരത്തിലുള്ള സെക്യൂരിറ്റി ത്രെറ്റ്സ് ഉണ്ട്, റിസ്ക് ഉണ്ട്. ഈ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇങ്ങനെ ക്രോസിംഗ് ചെയ്തിട്ടുള്ള ചെക്കുകളെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോസ്ഡ് ചെക്ക് എന്ന് പറയാം. അപ്പം എന്നാൽ അങ്ങനെയെങ്കിൽ എന്താണ് ക്രോസിംഗ്? എ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു പേ. It is a direction to the paying banker to pay the amount of the check only to a banker and not directly to a person who presents it for at the counter. Clear? ഒരു ക്രോസ്ഡ് ചെക്കിൻ്റെ ഒരു പ്രത്യേകത എന്താ? ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ. ക്ലിയർ? പേയ്മെൻറ്റ് ചെയ്യുന്ന ബാങ്കിൻ്റെ അടുത്ത് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഡയറക്റ്റായിട്ട് വ്യക്തികളുടെ കൈവശം പൈസ കൊടുക്കാൻ പാടില്ല. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യണം? ഒരു ബാങ്കർ മുഖേന മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെക്ക് കൊണ്ട് അല്ലേ, ക്രോസ് ചെയ്തൊരു ചെക്ക് കൊണ്ട് ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് പൈസ തരില്ല. പിന്നെ എന്ത് ചെയ്യണം? അതിന് നമ്മൾ പേയിങ് സ്ലിപ്പ് ഫില്ല് ചെയ്ത് അല്ലേ ആ ചെക്ക് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു അക്കൗണ്ട്, നമ്മുടെ ആരുടെ അക്കൗണ്ടിലേക്കാണോ അത് മാറേണ്ടത് അവരുടെ അക്കൗണ്ട് നമ്പറൊക്കെ എഴുതി
ബാങ്കിൻ്റെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അത് നോക്കിയിട്ട് ആ അക്കൗണ്ടിലേക്കാണ് വരവയ്ക്കുക. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ എമൗണ്ട് പോവുക അല്ലെങ്കിൽ പോയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ കുറച്ചുകൂടെ എന്തായിട്ട് മാറി, ഇത് സേഫ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അഥവാ സൈൻ ചെയ്തിട്ടുള്ളൊരു ചെക്ക് മറ്റൊരാളുടെ കൈവശം കിട്ടിയാലും അത് ക്ലോസ്ഡ് ചെക്കാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം എന്താ, മാറ്റിയെടുക്കുമ്പോൾ ആരുടെ അക്കൗണ്ടിലേക്കാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യും അല്ലേ, പിന്നീട് അത് പ്രൊസീഡിങ്സ് ആവും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ഉറപ്പുവരുത്താൻ പറ്റുന്നു. So it is a direction to the paying banker to pay the amount of the check only to a banker and not directly to the customer. Clear? That is the nature of the closing. And closing of a check means drawing across the face of the check two parallel transverse lines. Clear? Transverse line with or without the words and company. Clear? And closing can be handwritten or stamped. Clear? അപ്പോൾ ക്രോസിങ്ങിൻ്റെ നേച്ചറാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? സോ ക്രോസിങ്ങിൻ്റെ മീനിങ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ മീനിങ് ഓഫ് ഡെഫിനേഷൻ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്നത്. ക്ലിയർ? സോ ഇറ്റ് മീൻസ് ഡ്രോയിങ് അക്രോസ് ഓൺ ദ ഫേസ് ഓഫ് ദി ചെക്ക്. ക്ലിയർ? ചെക്കിൻ്റെ ഫേസ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ക്ലിയർ അല്ലെങ്കിൽ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുന്നു. ക്ലിയർ? with the word and company or not. Clear? And company എന്നുള്ളൊരു വേർഡ് എഴുതിയിട്ടോ എഴുതാതെയോ വരയ്ക്കാം. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ചെക്കാണെന്ന് വിചാരിക്കുക. ക്ലിയർ? ഈ ചെക്കിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കോർണറിൽ രണ്ട് ലൈൻ വരയ്ക്കുന്നു. ക്ലിയർ? ചെക്ക് ഇവിടെ നമ്മൾ പേ ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ? ഇങ്ങനെയൊക്കെ എഴുതി സൈനൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് ഡേറ്റും മറ്റതൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോർണറിലായിട്ട് രണ്ട് ലൈൻ വരയ്ക്കുന്നു. ഈ ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുന്ന ഇതിന് പറയുന്ന പേരാണ് ക്രോസിങ്. ഇങ്ങനെ ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യാൻ പറ്റില്ല, കൗണ്ടറിലൂടെ പൈസ കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചെക്കിന് എന്ത് ചെയ്യണം, അക്കൗണ്ടിലൂടെ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിലൂടെ മാറ്റുക. ആരുടെ അക്കൗണ്ടിലൂടെ മാറ്റി കൊടുക്കും, ആരുടെ പേരാണോ ഇതിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ അക്കൗണ്ടിലൂടെ, അല്ലെങ്കിൽ ആർക്കാണോ ഈ വ്യക്തി എൻഡോസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ട്. അപ്പം ഏതാണെങ്കിലും അക്കൗണ്ടിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൽ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ ട്രാൻസ്ഫേഴ്സ് ലൈനിൻ്റെ ഇടയിൽ നടുക്ക് ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിലോ ആൻഡ് കമ്പനി എന്ന് വേർഡിങ് ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ അക്കൗണ്ട് പേയി (C) പേയി, അക്കൗണ്ട് പേയ്ക്ക് മാത്രം കൊടുക്കുക. ക്ലിയർ? ഇങ്ങനെ പല വേർഡും എഴുതാറുണ്ട്. അപ്പോൾ വേർഡുകൾ എഴുതിയിട്ടോ എഴുതാതെയോ രണ്ട് ലൈൻ വരച്ചാൽ തന്നെ ക്ലോസിംഗ് ആയിട്ട് മാറി. ക്ലിയർ? സോ ക്ലോസിംഗ് ക്യാൻ ബി ഹാൻഡ് റിട്ടൺ ആയിട്ടും ചെയ്യാം അല്ലേ, രണ്ട് ലൈൻ ഇങ്ങനെയൊക്കെ ഹാൻഡ് കൊണ്ട് വരയ്ക്കുക. അല്ലെങ്കിലോ ഇതിനു വേണ്ടിയുള്ള സ്റ്റാമ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താ സ്റ്റാമ്പ് ഉപയോഗിക്കാനുള്ള കാരണം, പലപ്പോഴും ഈ ട്രാൻസ്ഫേഴ്സ് ലൈനിൻ്റെ ഇടയിൽ തന്നെ അക്കൗണ്ട് പേയി എന്നുണ്ടാവും, അക്കൗണ്ട് പേയി. അപ്പോൾ ഇത് കൈകൊണ്ട് എഴുതുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ട് അത് സീൽ വയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് പേയി എന്ന് പറയുന്നത് പേയി അല്ലേ, കിട്ടേണ്ട ആളുകൾക്ക് എങ്ങനെ പൈസ കൊടുക്കണം, അക്കൗണ്ടിലൂടെ മാത്രം പൈസ കൊടുക്കുക അല്ലേ. ഇപ്പോൾ പേയി എന്ന് പറയുന്നത് പൈസ കിട്ടേണ്ട വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷന് അക്കൗണ്ടിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് അക്കൗണ്ട് പേയി. ഓക്കെ, സോ objectives of the crossing of check is very essential to minimize the risk involved in the open check and to ensure its safety. അല്ലേ, ചെക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, അതിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി, അതിൽ വരുന്ന റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ക്ലിയർ? സോ ഇത് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ റോങ് പേഴ്സൺ ടു റിസീവ് പേയ്മെൻറ്റ് ഓഫ് എ ക്ലോസ്ഡ് ചെക്ക്. സാധാരണ ഒരു ക്ലോസ്ഡ് ചെക്കിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ റോങ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഫ്രോഡ് നടത്തിയിട്ട് പറ്റില്ല. കാരണം എന്താ, അക്കൗണ്ട് പേ ആയതുകൊണ്ട് അക്കൗണ്ടിലൂടെ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്താൻ പറ്റും. ക്ലിയർ? അറ്റ്ലീസ്റ്റ് ആരാണെന്ന് മാറിയിരിക്കുന്നെങ്കിലും അറിയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ബിക്കോസ് ദ ക്രോസിംഗ് ഈസ് എ ഡയറക്ഷൻ ടു ദ പേയ്മെൻറ്റ് ബാങ്കർ ഓർ പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ഓൺലി ക്ലിയർ ടു ദി ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ പേയി. ആർക്കാണോ പൈസ കൊടുക്കണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം
പൈസ കൊടുക്കുക എന്നുള്ളൊരു ഡയറക്ഷനാണ്. ക്ലിയർ? അതിങ്ങനെ വേർഡായിട്ട് നമ്മൾ ലെറ്ററായിട്ട് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, സിംപ്ലി 2 ലൈൻ വരച്ച് നമ്മൾ ബാങ്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രോസിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ബാങ്ക് അത് അസ്യൂം ചെയ്യണം. ക്ലിയർ? So this is a legal provision and therefore every bank is obliged, clear, by this regulation. So therefore a wrong person finds it difficult for encashing the check through counter. അതുകൊണ്ട് കൗണ്ടറിലൂടെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ബാങ്കിലൂടെയോ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് അക്കൗണ്ട് ഇല്ല എന്ന് വിചാരിക്കുക ആ ബാങ്കിൽ, അപ്പം എന്ത് ചെയ്യണം, വേറെ ബാങ്കിലുള്ള അയാളുടെ അക്കൗണ്ടിലൂടെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോഴും ബാങ്കർ ടു ബാങ്കർ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് കസ്റ്റമർക്ക് പൈസ അല്ലെങ്കിൽ വ്യക്തിക്ക് പൈസ കൊടുക്കാറില്ല. സോ അനദർ ബാങ്ക് വിൽ കളക്ട് ദ ചെക്ക് ഓൺലി ഫോർ their customers and crossing ensures the safety of the check. Clear? So it is also very easy to trace the actual person who has received the payment. അല്ലേ, ആർക്കാണ് അതിൻ്റെ പൈസ കിട്ടിയത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് എന്ന് വേറൊരു ഒബ്ജക്റ്റീവ്. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് ക്രോസിംഗ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് ക്രോസിംഗ്. ക്ലിയർ? സോ ദർ ആർ 2 types of crossing mainly, ജനറൽ ക്രോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്രോസിംഗ്. ഇപ്പോൾ 2 തരത്തിലുള്ള ക്രോസിംഗ് പറയാറുണ്ട്. ജനറൽ ക്രോസിംഗ് എന്നും പറയാം, സ്പെഷ്യൽ ക്രോസിംഗ് പറയും. ക്ലിയർ? സോ ചെക്കിൻ്റെ ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? So section 123 of the Negotiable Instrument Act of 1881 define a general crossing of a check as follows. Clear? When a check when a check bears across its face an addition of the words and the company or abbreviation or any abbreviation thereof between the 2 parallel transverse line or 2 parallel transverse lines simply either with or without the words not negotiable. Clear? That addition shall be deemed to be the crossing of a check and the check shall be deemed to be crossed generally. Clear? അപ്പോൾ ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് എന്താ? 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ. ക്ലിയർ? ടോപ്പായിട്ട് അല്ലേ, ടോപ്പ് പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് വരയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് എഴുതി ചേർക്കാം? ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് വേണമെങ്കിൽ എഴുതി ചേർക്കാം, അല്ലെങ്കിൽ എഴുതി ചേർക്കാതിരിക്കാം. ക്ലിയർ? അല്ലെങ്കിലോ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി ചേർക്കാം, അല്ലെങ്കിൽ എഴുതി ചേർക്കാതിരിക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വേർഡിങ്ങോട് കൂടിയോ വേർഡിങ് അല്ലാതെയോ ക്ലിയർ ക്രോസിങ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? ജനറൽ ക്രോസിംഗ് എന്ന് പറയാം, ചെക്ക് ക്രോസ് ചെയ്തു എന്ന് പറയാം. ഇങ്ങനെയുള്ള ക്രോസിങ്ങിന് ജനറൽ ക്രോസിംഗ് എന്നാണ് പറയാം. ക്ലിയർ? അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വ്യക്തമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല. ക്ലിയർ? നോട്ട് നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സോ നോട്ട് നെഗോഷ്യബിൾ ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷനാണ്. ക്ലിയർ? ആർക്കാണോ ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അയാൾക്ക് മാത്രം പൈസ കൊടുക്കുക. ക്ലിയർ? വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ട് നെഗോഷ്യബിൾ. നമ്മൾ ആർക്കോ പൈസ കൊടുക്കാണ്ട് അവർക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് കൊടുത്തത്. അവരത് വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് നെഗോഷ്യബിൾ എഴുതിച്ചെടുക്കും. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ? പക്ഷേ ആർക്ക് വേണമെങ്കിൽ എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ കേസസ്. പക്ഷെ നോട്ട് നെഗോഷ്യബിൾ ഉണ്ടെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക്, ക്ലിയർ, ചെക്കിലുള്ള വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? ഓക്കെ, ഇതാണ് അപ്പോൾ ജനറൽ ക്രോസിങ്ങിൻ്റെ ഒരു പ്രത്യേകത. So essential feature of a general crossing. General crossing and the features എന്തൊക്കെയാണ്? Number 1, there must be 2 parallel transverse line on the face of the check. ചെക്കിൻ്റെ മുകളിൽ അല്ലേ, ഏറ്റവും മുകളിലായിട്ട്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് വരയ്ക്കും? 2 ട്രാൻസ്വേഴ്സ് ലൈൻ വരയ്ക്കുന്നു. ക്ലിയർ? അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ലൈനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ. ഓക്കെ, സോ ട്രാൻസ്വേഴ്സ് മീൻസ് that they should be arranged in a crosswise direction. Clear? Crosswise ആയിട്ട് വരയ്ക്കുന്നുണ്ട് തന്നെ ട്രാൻസ്വേഴ്സ്. ക്ലിയർ? അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആവില്ല, വെർട്ടിക്കലായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആവില്ല. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ഡയഗണലായിട്ട് വരയ്ക്കാം. Then they should not be straight line ആയിട്ടല്ലാതെ ട്രാൻസ്വേഴ്സ് ആയിട്ട് കോർണറിലാണ് വരയ്ക്കുന്നത്. ക്ലിയർ? ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലാണ് അത് വരയ്ക്കുക. ഓക്കെ,
So the line are generally drawn on the left hand top corner of the check. Clear? എവിടെയാണ് നമ്മൾ സാധാരണ വരയ്ക്കുക? ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് കോർണർ. ക്ലിയർ? അപ്പോൾ ഇത് ചെക്ക് ആണെങ്കിൽ ചെക്കിൻ്റെ അല്ലേ ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ടോപ്പ് കോർണറിലാണ് 2 ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടാവും. ഡേറ്റ് ഉണ്ടാവും അല്ലേ, പേ ടു പേ എഴുതിയിട്ട് ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടാവും. ക്ലിയർ? എമൗണ്ട് ഉണ്ടാവും. ക്ലിയർ? അതുപോലെ തന്നെ റുപ്പീസിൽ കാണും, സൈൻ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. So the words and company or abbreviation may be written in between the lines. ഈ ലൈൻസിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം? ആൻഡ് കമ്പനി എന്ന് ചേർക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ആൻഡ് കമ്പനി. ക്ലിയർ? ആൻഡ് കമ്പനി. ആൻഡ് എന്നുള്ള സിമ്പിൾ ഇട്ടിട്ട് CO എന്ന് ഇട്ടാലും മതി. അപ്പോഴും ആൻഡ് കമ്പനി തന്നെ നമ്മൾ എടുക്കും. ഓക്കെ. ബട്ട് ദിസ് ഈസ് നോട്ട് എസെൻഷ്യൽ. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ക്ലിയർ? And this words is written when the drawer does not know the payee banker. Clear? Payee banker ആരാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ. ക്ലിയർ? അങ്ങനെയുള്ളൊരു കേസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻഡ് കമ്പനി എന്നുള്ള രീതിയിൽ പേയ് ബാങ്കർ ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അവരുടെ ബാങ്കർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ആൻഡ് കമ്പനി എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്കെ. സോ ദി നെക്സ്റ്റ് ഫീച്ചർ എന്താ? ദ വേർഡ് സച്ച് ആസ് ദ നെഗോഷ്യബിൾ, നോട്ട് നെഗോഷ്യബിൾ വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? ഒരു അക്കൗണ്ട് പേയ്. ക്ലിയർ? ക്യാൻ ഓൾസോ ബി ആഡഡ് വിത്ത് ദി ജനറൽ ക്ലോസിംഗ്. ക്ലിയർ? ജനറൽ ക്ലോസിംഗിൽ എഴുതാൻ പറ്റുന്ന വേർഡുകൾ എന്തൊക്കെയാണ്? ആൻഡ് കമ്പനി എന്ന് എഴുതാം, നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതാം, അക്കൗണ്ട് പേയ് എന്ന് എഴുതാം. ക്ലിയർ? അങ്ങനെയൊക്കെ എഴുതാം. നോട്ട് നെഗോഷ്യബിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അക്കൗണ്ട് പേ എന്താ? ക്ലിയർ? പേയുടെ അക്കൗണ്ട്, ദാറ്റ് നമ്മൾ കാണിച്ചിരിക്കുന്ന ആളുടെ അക്കൗണ്ടിലൂടെ മാത്രം പൈസ കൊടുക്കുക. അപ്പോൾ അതാണ് അക്കൗണ്ട് പേയ്. ക്ലിയർ? പേയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് അറിയില്ല എങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻഡ് കമ്പനി എന്ന് എഴുതി ചേർക്കുക. ഓക്കെ. സോ ഹൗവർ ദ അഡീഷൻ ഓഫ് ദീസ് വേർഡ്സ് ഇൻക്രീസസ് ദ സേഫ്റ്റി ഓഫ് ദ ചെക്ക്. അല്ലേ? നോട്ട് നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ പിന്നെ വേറെ ആർക്കും മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും? കുറച്ചുകൂടെ സെക്യൂർ ആയിട്ട് വന്നു, അഡീഷണൽ ഫീച്ചർ ആയിട്ടാണ് എഴുതുന്നത്. ക്ലിയർ? അക്കൗണ്ട് പേ എന്ന് എഴുതുമ്പോൾ അല്ലേ പേയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ മാറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു അഡീഷണൽ ഫീച്ചർ ആയിട്ട് മാറും. ഓക്കെ. So the paying banker is required to pay the amount generally close a check to another bank and not to the holder. Clear? ഇപ്പോൾ കൈവശക്കാരന് കൗണ്ടറിലൂടെ പൈസ കൊടുക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുകിൽ ഇതേ ബ്രാഞ്ചിൽ തന്നെയുള്ള ഇതേ ബാങ്കിൽ തന്നെയുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതർവൈസ് എന്ത് ചെയ്യണം? മറ്റൊരു ബാങ്കിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ബാങ്കിൽക്കാണ് പൈസ കൊടുക്കേണ്ടത്. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ SBIയുടെ ഒരു ചെക്കാണ്. ക്ലിയർ? വേറൊരാൾക്ക് മിസ്റ്റർ എക്ക് ഇഷ്യൂ ചെയ്തു. ക്ലിയർ? B ആണ് ഇഷ്യൂ ചെയ്തത്. ക്ലിയർ? കൊടുത്തിരിക്കുന്ന എക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കനറ ബാങ്കിലാണ് എങ്കിൽ കനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കനറ ബാങ്കിന് SBI പൈസ കൊടുക്കുള്ളൂ. ക്ലിയർ? ഈ ചെക്കിൽ നിന്നും. ഓക്കെ. അവരെന്ത് ചെയ്യും? എയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെക്കാനിസം. സോ എഫക്റ്റ് ഓഫ് ജനറൽ ക്ലോസിംഗ്. ജനറൽ ക്ലോസിങ്ങിൻ്റെ എഫക്റ്റ് എന്താണ്? So the effect of general closing is that the check should be presented to the paying banker through another bank. Clear? ഡയറക്റ്റ് ആയിട്ട് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുന്നത് വരെ ഒരു ബാങ്കറിലൂടെ, മറ്റുള്ളൊരു ബാങ്കറിലൂടെ വേണം ഇത് കൊടുക്കാൻ. ആൻഡ് നോട്ട് ബൈ ദ പേ ഹിംസെൽഫ്. ക്ലിയർ? അയാൾക്ക് നേരിട്ട് പോയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. സോ ദ കളക്ടിങ് ബാങ്കർ, കളക്ടിങ് ബാങ്കർ, പേയിങ് ബാങ്കറും കളക്ടിങ് ബാങ്കർ, രണ്ട് ബാങ്കറെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അല്ലേ? പിന്നീട് നമ്മളത് നോക്കും. ക്ലിയർ? പേയിങ് ബാങ്കർ എന്താ? പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഏത് ബാങ്കാണോ അവരെ പേയിങ് ബാങ്ക് എന്ന് പറയും. ക്ലിയർ? കളക്ടിങ് ബാങ്കർ ആരാണോ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെക്ക് കളക്ട് ചെയ്യുന്നത്, ചെക്കിനുള്ള പൈസ മറ്റൊരു ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അവരെന്ത് പറയുന്നു? കളക്ടിങ് ബാങ്ക് എന്ന് പറയും. അല്ലേ? സേ ഫോർ എക്സാമ്പിൾ Bയും Aയും അല്ലേ? B Aക്ക് ഒരു ചെക്ക് കൊടുത്തു. ക്ലിയർ? Bയുടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI ആണ്. ക്ലിയർ? ഇവിടെ കനറ ബാങ്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അങ്ങനെ ആണെങ്കിൽ ക്ലിയർ? പേയിങ് ബാങ്ക് എന്ന് പറയുന്ന ആരാ? SBI ആണ് അല്ലേ? കാരണം SBIയുടെ അക്കൗണ്ടിലെ പൈസയാണ് കൊടുക്കുന്നത്. ഇവരാണ് ചെക്ക് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ദെൻ കളക്ടിങ് ബാങ്കർ എന്താ? കനറ ബാങ്കാണ്. കാരണം എന്താ? കനറ ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുക ചെക്ക്. കനറ ബാങ്ക് എന്ത് ചെയ്യും? SBI ബാങ്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. SBI ബാങ്ക് എന്ത് ചെയ്യും? കനറ ബാങ്കിന് പൈസ കൊടുക്കും. കനറ ബാങ്ക് എന്ത് ചെയ്യും? വീണ്ടും Aക്ക് പൈസ കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് കനറ ബാങ്ക് ഇവിടെ കളക്ടിങ് ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ദെൻ കളക്ടിങ് ബാങ്കർ, the collecting banker after
collecting the amount of the check from the paying banker may credit the amount to the pay's account. So the pay can later withdraw the amount. Clear? So examples of general crossing ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിംപ്ലി ടു ട്രാൻസ്ഫേഴ്സ് ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ രണ്ട് ലൈൻ വരച്ചിട്ട് അതിൽ ആൻഡ് കമ്പനി എഴുതി ചേർക്കാം, അല്ലെങ്കിൽ ആൻഡ് കമ്പനി സിമ്പിളായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ക്ലിയർ? അതല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതാം, അതല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്ന് എഴുതാം. ക്ലിയർ? ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് വേർഡായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ A/C അക്കൗണ്ട് പേ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ. So next is special crossing. എന്താണ് സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ പ്രത്യേകത? Section 124 of the Negotiable Instrument Act of 1881 defines a special crossing as follows. Clear? എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. So where a check is bears across its face the additional name of the banker with or without the word not negotiable, then the addition shall be deemed to be crossing and the check shall be deemed to be crossing specially. Clear? And has to be crossed to the banker. Clear? അപ്പോൾ സ്പെഷ്യൽ ക്രോസിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുക? ഇങ്ങനെ രണ്ട് ട്രാൻസ്ഫേഴ്സൊക്കെ ലൈൻ വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് ക്ലിയർ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ബാങ്കിൻ്റെ പേരെന്താ, ഏത് ബാങ്കിലൂടെ മാറ്റിയെടുക്കണം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിൻ്റെ പേര് ക്ലിയർ. ഫോർ എക്സാമ്പിൾ SBIയുടെ ഒരു ചെക്കാണെന്ന് വിചാരിക്കുക, കനറ ബാങ്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ? അവിടെയുള്ളൊരു കസ്റ്റമർ എക്കാണ് ഇഷ്യൂ ചെയ്തത്, B ആണ് ഇഷ്യൂ ചെയ്തത്. ക്ലിയർ? അപ്പോൾ B അയാളുടെ കൈവശത്തിൽ SBIയുടെ ചെക്ക് എക്ക് കൊടുത്തു, അയാൾക്ക് കനറ ബാങ്കാണ് ഉള്ളത്. ക്ലിയർ? പക്ഷെ ചെക്ക് കൊടുക്കുമ്പോൾ B എന്ത് ചെയ്തു, കനറ ബാങ്ക് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. കനറ ബാങ്ക് എഴുതി അവിടെയാണ് അതിൻ്റെ ക്ലിയർ, അതിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ അതിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് രണ്ട് ക്രോസിങ് വരച്ചിരിക്കുന്നത്, ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പം എന്തായിട്ട് മാറിയത്, കനറ ബാങ്കിലൂടെ മാത്രമേ ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. വേറെ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടില്ല. ക്ലിയർ? അപ്പോൾ ഈ ബാങ്കിലൂടെ പറ്റണം. ഇനി ഇന്ന ബ്രാഞ്ച് എന്ന് കൊടുത്തു, കനറ ബാങ്ക് പാലക്കാട് ബ്രാഞ്ച് എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കനറ ബാങ്ക് പാലക്കാട് ബ്രാഞ്ചിലൂടെ മാത്രമേ ഈ ചെക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പം ഇങ്ങനെ ഒരു അഡീഷണൽ ഫീച്ചറിന് വേണ്ടി കൊടുക്കുമ്പോഴാണ് അതിനെ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയാം. ഓക്കെ. സോ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ സ്പെഷ്യൽ ക്രോസിംഗ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചറായിട്ട് വരിക? സോ ടു പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻ ആർ നോട്ട് അറ്റ് ഓൾ എസെൻഷ്യൽ ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ക്രോസിംഗ് എന്ത് വേണമെന്നില്ല, ട്രാൻസ്ഫേഴ്സ് ലൈൻ വേണമെന്നില്ല. ക്ലിയർ? ട്രാൻസ്ഫേഴ്സ് ലൈൻ ഇല്ലാതെ വെറുതെ ബാങ്കിൻ്റെ പേര് ഡയഗണലായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, കനറ ബാങ്ക് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, രണ്ട് ലൈൻ വരച്ചിട്ട് എഴുതാ, അല്ലെങ്കിൽ വെറുതെ കനറ എന്ന് ബാങ്ക് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിലും എന്തായിട്ട് മാറും, സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് മാറും. അപ്പോൾ ആ ബാങ്കിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് അർത്ഥം. Then the name of the collecting bank should be specified in the crossing. Crossing തന്നെ collecting ബാങ്കിൻ്റെ പേര് കാണിച്ചിരിക്കണം. Clear? So the words such as not negotiable, account payee can also be added. വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കാതിരിക്കാം. And special crossing. Clear? But they themselves do not constitute the crossing. Clear? അത് മാത്രം ഇതുകൊണ്ട് ക്രോസിംഗ് ആവില്ല അല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ക്രോസിംഗ് കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. സോ however an addition of these words increases the safety of the check. Like not negotiable, no, അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്നൊക്കെ എഴുതിയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ അഡീഷണൽ സേഫ്റ്റി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ. ദ പേയിങ് ബാങ്കർ ഈസ് റിക്വയർഡ് ടു പേ ദ എമൗണ്ട് സ്പെസിഫിക്കലി ക്രോസ് ദ ചെക്ക് ടു ദ ബാങ്കർ നെയ്മഡ് ഇൻ ദി ക്രോസിംഗ്. അല്ലേ? ഇപ്പോൾ നമ്മൾ രണ്ട് ട്രാൻസ്ഫേഴ്സ് ലൈൻ വരച്ചിട്ട് അതിൽ ഇന്ത്യൻ ബാങ്ക് എന്നാണ് എഴുതിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യൻ ബാങ്കാണ് എന്ത്, നമ്മുടെ കളക്ടിങ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇന്ത്യൻ ബാങ്കിന് മാത്രമേ പൈസ കൊടുക്കാൻ പറ്റൂ. ക്ലിയർ? വേറെ ഏത് ബാങ്കിലൂടെ ചെക്ക് പ്രസൻറ്റ് ചെയ്താലും നമുക്ക് പൈസ കൊടുക്കില്ല. ഓക്കെ. സോ ദി സ്പെഷ്യൽ ക്രോസിംഗ് മേക്സ് ദ ചെക്ക് സേഫർ ദാൻ ജനറലി ക്ലോസ് ചെക്ക്. ക്ലിയർ? ജനറൽ ക്ലോസിങ്ങിനേക്കാളും കൂടുതൽ സേഫ്റ്റിയാണ് ഏതിന് വരുന്നത്, സ്പെഷ്യൽ ക്രോസിങ്ങിന് വരിക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തത്. ക്ലിയർ? അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം, സിംപ്ലി രണ്ട് ക്രോസിംഗ് ഒന്നും ഇല്ലാതെ, ലൈനൊന്നും ഇല്ലാതെ കനറ ബാങ്ക് എന്ന് മാത്രം എഴുതാം. അല്ലേ? രണ്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ നടുക്ക് കനറ ബാങ്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയിട്ട് കനറ ബാങ്ക് എന്ന്, ക്ലിയർ, രണ്ട് ലൈനിന് ഇടയിൽ എഴുതാം. അല്ലെങ്കിൽ അക്കൗണ്ട് പേ എന്ന് എഴുതിയിട്ട് കനറ ബാങ്ക് എന്ന് എഴുതാം. ക്ലിയർ?
ഇവിടെയൊക്കെ എന്തുണ്ട്, ഒരു ബാങ്കിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ പേയിങ് ബാങ്കറുടെ പേര് അല്ലെങ്കിൽ ദാറ്റ് ഈസ് കളക്ടിങ് ബാങ്കറുടെ പേര് കാണിക്കുന്നതുകൊണ്ട് ഇതിനെ സ്പെഷ്യൽ ക്ലോസിംഗ് എന്ന് പറയുന്നു. സോ സിഗ്നിഫിക്കൻസ് ഓഫ് സ്പെഷ്യൽ ക്ലോസിംഗ് എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം അല്ലേ. സോ ദ സ്പെഷ്യൽ ക്ലോസിംഗ് in a check is a direction to the paying banker to honor the check only when it is presented through the bank named on the closing. Clear? And no other bank. അപ്പോൾ ഏത് ബാങ്കിൻ്റെ പേരാണോ, ഇപ്പോൾ കനറ ബാങ്കിന് കനറ ബാങ്കിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കാൻ പറ്റൂ എന്നാണ് അതിൻ്റെ പ്രത്യേകത. If the check is specifically closed to a bank, presented to the bank, not in the capacity of the agent, the paying banker is justified in returning the check. Clear? ഇനി അങ്ങനെയുള്ളൊരു ചെക്ക് ക്ലിയർ നമ്മൾ എന്ത് ചെയ്തു, വേറൊരാൾ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിക്കുക. ഏജന്റ് ഒന്നും അല്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും, ബാങ്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുക. ആ ചെക്കിന് പൈസ കൊടുക്കാതെ തന്നെ തിരിച്ചയക്കും. ക്ലിയർ? ഈവൻ ദോ അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ പോലും തിരിച്ചയക്കാനുള്ള റൈറ്റ് ഉണ്ട്. ക്ലിയർ? സോ സ്പെഷ്യൽ ക്ലോസിംഗ് ഗിവൺ മോർ പ്രൊട്ടക്ഷൻ ടു ദി ചെക്ക് ദാൻ ദി ജനറൽ ക്ലോസിംഗ്. ജനറൽ ക്ലോസിങ്ങിനേക്കാളും സ്പെഷ്യൽ ക്ലോസിങ്ങിന് കൂടുതൽ എന്ത് കിട്ടുന്നു, സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി കിട്ടുന്നു. കാരണം എന്താ, ഇവിടെ പർട്ടിക്കുലർ ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ട്രാൻസ്ഫറബിലിറ്റി വേണമെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അത് അങ്ങനെയുള്ള ഫീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ ക്ലോസിംഗ് ആൻഡ് സ്പെഷ്യൽ ക്ലോസിംഗ്. നമ്പർ 1, 2 parallel transverse line are essential in the case of general closing, whereas transverse line ആവശ്യമില്ല ഇതിൽ സ്പെഷ്യൽ ക്ലോസിംഗിൽ. പകരം എന്താ വേണ്ടത്, ബാങ്കിൻ്റെ പേര് മാത്രം മതി. The word and company may or may not be used in the general closing and are not written in special closing. Okay? Special closing and company ഒന്നും എഴുതാറേ ഇല്ല. Okay. Then a general closing, the name of the collecting banker is written on the face of the check. അല്ലേ? സ്പെഷ്യൽ ക്ലോസിംഗ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കളക്ടിങ് ബാങ്കിൻ്റെ പേര് കൂടെ എഴുതിയിട്ടാണ് ചെക്ക് ഇഷ്യൂ ചെയ്യുക. So but the special closing, the name of the collecting banker is written on the face of the check. കളക്ടിങ് ബാങ്കിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫേസിൽ തന്നെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ? The amount of the generally closed check can be paid in any banker. Clear? So the amount of generally closed check can be paid to any banker. Okay. So the amount especially closed check can be paid only to the banker named in the closing. Clear? സ്പെഷ്യൽ ആണെങ്കിൽ ആ ബാങ്കിലൂടെ മാത്രം, അല്ലെങ്കിൽ ജനറൽ ആണെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റൂ. So generally closed check become a special closing makes the check more safer than general closing. Okay? General closingനേക്കാളും സ്പെഷ്യൽ ക്ലോസിംഗ് കുറച്ചുകൂടെ അതിന് സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ഉറപ്പ് വരുത്തുന്നു. So difference between general closing and special closing നോക്കി അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ട്രാൻവേഴ്സ് ലൈൻ മാത്രം വരയ്ക്കുമ്പോൾ അത് ജനറൽ ക്ലോസിംഗ് ആവും. അല്ലേ? ബാങ്കിൻ്റെ പേര് കൂടെ എഴുതുന്ന സമയത്ത് സ്പെഷ്യൽ ക്ലോസിംഗ് ആവും. ആൻഡ് കമ്പനി എന്നുള്ള വേർഡ് ജനറൽ ക്ലോസിങ്ങിൽ വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? പക്ഷേ സ്പെഷ്യൽ ക്ലോസിംഗ് അത് ഉണ്ടാവില്ല. ഓക്കെ. ദെൻ ജനറൽ ക്ലോസിംഗ്, ദ നെയിം ഓഫ് ദ ബാങ്കർ ഇസ് നോട്ട് റിട്ടൺ. പക്ഷേ നെയിം ഓഫ് ദി ബാങ്കർ നമ്മൾ എഴുതിയിട്ടേ സ്പെഷ്യൽ ക്ലോസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ വേർഡ് ഓഫ് ദി ജനറൽ ക്ലോസിംഗ്, generally closed check can be paid by any banker. Clear? generally closed ചെയ്തിട്ടുള്ള ചെക്ക് ഏത് ബാങ്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ സ്പെഷ്യലി ക്ലോസ്ഡ് ചെക്ക് ആണെങ്കിൽ അത് ബാങ്കിലൂടെ മാത്രം, അതിലുള്ള ബാങ്കിലൂടെ മാത്രമേ, അല്ലെ അതിൽ എഴുതിയിരിക്കുന്ന ബാങ്കിലൂടെ മാത്രമേ മാറ്റാൻ പറ്റൂ. generally closed check can be safe. അല്ലേ? അതിനേക്കാളും കൂടുതൽ സേഫ്റ്റി ആയിരിക്കും സ്പെഷ്യൽ ക്ലോസിംഗ് ഉള്ള ചെക്കിന് വരിക. ഓക്കെ. So not negotiable closing. The word not negotiable may be included in general and special closing. Okay. ജനറൽ ഉപയോഗിക്കാം, സ്പെഷ്യൽ ഉപയോഗിക്കാം. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അപ്പോൾ എൻ്റെ പേര് പറയുന്നത് തന്നെ നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. സോ ഇൻക്ലൂഷൻ ഓഫ് ദ വേർഡ് the closing is a great practical significance. Clear? Not negotiable does not mean not transferable. Simply not negotiable എന്ന് മാത്രം എഴുതുകൊണ്ടത് ട്രാൻസ്ഫറബിൾ ആവണമെന്നില്ല. ക്ലിയർ?
അല്ലെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഇല്ലാതെ മാറുന്നില്ല. സോ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി ട്രാൻസ്ഫറബിലിറ്റി, ബട്ട് ഇറ്റ് ഓൺലി ടേക്സ് ദ വേ ഓഫ് ദ നെഗോഷ്യബിലിറ്റി ഓഫ് ദ ചെക്ക്. ക്ലിയർ? ചെക്കിൻ്റെ നെഗോഷ്യബിലിറ്റി മാത്രമാണ് ഇവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ നെഗോഷ്യബിലിറ്റി മീൻസ് ട്രാൻസ്ഫറബിലിറ്റി ബൈ മിയർ ഡെലിവറി ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് പ്ലസ് ട്രാൻസ്ഫറബിലിറ്റി ഫ്രീ ഫ്രം ഡിഫെക്ട്സ്. ഓക്കെ, അപ്പോൾ നെഗോഷ്യബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? സാധാരണ ഒരു ചെക്ക് അല്ലേ എൻഡോസ് ചെയ്ത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രാൻസ്ഫർ ഡീഡൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെക്കിനെ മറ്റാളുടെ പേരിലേക്ക് മാറിയതായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റി അല്ലെങ്കിൽ നെഗോഷ്യബിലിറ്റി കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ? ബട്ട് സോ ട്രാൻസ്ഫറി ഗെറ്റ്സ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫറർ. ക്ലിയർ? ട്രാൻസ്ഫറർക്ക് അല്ലേ ആരുടെ പേർക്കാണോ ചെക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫറിക്ക് ആ ട്രാൻസ്ഫറുടെ അതേ റൈറ്റും പ്രിവിലേജ് എല്ലാം അതേപോലെ തന്നെ കിട്ടുന്നു എന്നുള്ളത് നെഗോഷ്യബിലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ദസ് a check proves not negotiable can be transferred like any of the other check, but the transferee will not get a better title than that of the transferer. Clear? Any സ്പെഷ്യലി ക്രോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ അവിടെ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്ഫറിക്ക് ചെക്ക് അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് റെസ്ട്രിക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. കിട്ടിയിരിക്കുന്ന ഈ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ചെക്ക് ക്ലിയർ ആ ട്രാൻസ്ഫറുടെ അത്രയും റൈറ്റ് കിട്ടുന്നില്ല. ക്ലിയർ? അപ്പോൾ ചെക്ക് പിന്നീട് ഡിസോണർ ആകുകയോ പ്രോബ്ലം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫറുടെ റൈറ്റിൽ അത് ബാധിക്കും. ക്ലിയർ? അപ്പം അങ്ങനെ ഒരു വരുന്നൊരു കേസാണ് അവിടെ വരുന്നത്. സോ ഇഫ് ദി ടൈറ്റിൽ ട്രാൻസ്ഫറർ ഈസ് ഡിഫക്റ്റീവ് then the title of the transferee will also be defective. Clear? ട്രാൻസ്ഫറുടെ റൈറ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ ട്രാൻസ്ഫറിയുടെ റൈറ്റും എന്തായിട്ട് മാറും? ഡിഫക്റ്റീവ് ആയിട്ട് മാറും. പക്ഷേ സാധാരണഗതിയിൽ അല്ലേ നെഗോഷ്യബിലിറ്റിയുടെ കേസിൽ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഹോൾഡർ ആൻഡ് ഡീകോസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തി അത് ഗുഡ് ഫെയ്ത്ത് അനുസരിച്ച് അല്ലേ വിത്തൗട്ട് ദ നോളേജ് ക്ലിയർ ടൈറ്റിലിനെ കുറിച്ചുള്ള പ്രോബ്ലം ഉണ്ടെന്ന് അറിയാതെ ആണ് അത് അക്വയർ ചെയ്യുന്നതെങ്കിൽ അയാളുടെ ടൈറ്റിലിന് അത് ബാധിക്കില്ല. ക്ലിയർ? അപ്പോൾ അവിടെ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ദി ട്രാൻസ്ഫർ അതാണ് കിട്ടുന്നത്. ക്ലിയർ? പക്ഷേ ഇവിടെ അത് വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫറുടെ ടൈറ്റിലിൽ ഡിഫക്റ്റ് വരുമ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ചെക്ക് ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലല്ല എങ്കിൽ അല്ലേ ഇപ്പോൾ ട്രാൻസ്ഫറിക്ക് കിട്ടിയിരിക്കുന്ന ചെക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന എല്ലാ ട്രാൻസ്ഫറീസിൻ്റെയും ടൈറ്റിലും അത് ഡിഫക്റ്റീവ് ആയിട്ട് മാറ്റും. ക്ലിയർ? സോ ദ വേർഡ് നോട്ട് നെഗോഷ്യബിൾ do not imply any additional duty on the collecting or paying bank. Clear? So but a warning to a person who takes the document that it should be very careful receiving it. അപ്പോൾ വാങ്ങിക്കുന്ന ആൾ അത് കിട്ടുന്ന ആൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റൂ അല്ലേ? അതിൽ പേര് എഴുതിയിട്ടുള്ള വ്യക്തിയല്ല എങ്കിൽ മറ്റൊരാൾ വാങ്ങിക്കുന്ന സമയത്ത് സബ്സിക്വൻ്റ്ലി വരുന്ന അല്ലേ പ്രോബ്ലം ചെക്കിൻ്റെ കേസസിൽ ഡിസോണറോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ ഡിഫക്റ്റ് വരികയാണെങ്കിൽ അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റിനെ അത് ബാധിക്കും. ക്ലിയർ? അപ്പോൾ ആർക്ക് മാത്രമേ അത് കൂടുതൽ പവറും റൈറ്റും അല്ലേ അതിൻ്റെ ഓണർഷിപ്പും ടൈറ്റിലൊക്കെ കൂടുതൽ ഇതായിട്ട് വരുന്നത്? അതിൽ പേര് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മാത്രം. ക്ലിയർ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഹി ഷുഡ് അക്സെപ്റ്റ് ദ ചെക്ക് ഓൺലി ഫ്രം സച്ച് എ പേഴ്സൺ ടു whom he knows well. ക്ലിയർ? നന്നായിട്ട് അറിയുന്ന അല്ലേ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ ഇങ്ങനെയുള്ള ചെക്ക് വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്ലിയർ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? പക്ഷേ നെഗോഷ്യബിൾ ആയിട്ട് പോകുന്ന ഇത്തരത്തിലുള്ളൊരു ചെക്കിൻ്റെ ടൈറ്റിലിൽ ക്ലിയർ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന വ്യക്തിക്കുള്ള അതിൻ്റെ ഓണർഷിപ്പിൽ ക്ലിയർ എന്ത് വരുന്നു? ചെറിയൊരു മാറ്റം വരുന്നു. അതുകൊണ്ടാണ് നോട്ട് നെഗോഷ്യബിൾ എന്നുള്ള ടേം ശ്രദ്ധിക്കപ്പെടുന്നു. ക്ലിയർ? അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ അക്കൗണ്ട് പേയി ക്രോസിംഗ്. സോ എന്താണ് അക്കൗണ്ട് പേയി ക്രോസിങ്ങിൻ്റെ പ്രത്യേകത? സോ ദ വേർഡ് അക്കൗണ്ട് പേയി എന്ന് എഴുതി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ് അല്ലേ? സാധാരണ ക്രോസിങ്ങിൽ തന്നെ വരുന്നത്. അപ്പോൾ അക്കൗണ്ട് പേയി എന്ന് എഴുതിയില്ലെങ്കിൽ പോലും അത് ക്രോസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ പേയുടെ അക്കൗണ്ടിലൂടെ മാത്രമേ അത് മാറ്റി കൊടുക്കാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ അത് കുറച്ചുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് പേയിലൂടെ എഴുതി ചേർക്കുന്നത്. ക്ലിയർ? സോ അക്കൗണ്ട് പേയി മേ ബി ഇൻക്ലൂഡഡ് in general crossing or special crossing. So this type of crossing gives further protection to the check. So
it is a direction to the collecting banker that he should that should be collect the check for the benefit of the payee only and nobody else. ക്ലിയർ. അപ്പോൾ ആരുടെ പേരാണോ അതിൽ പേയി ആയിട്ട് കാണിച്ചിരിക്കുന്നത് അയാളുടെ അല്ലേ അക്കൗണ്ടിലേക്ക് തന്നെ വരവ് വെച്ച് കൊടുക്കും. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് പേയിന്ന് എഴുതിയിട്ടാണ് നമ്മൾ ചെക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. ക്ലിയർ. അക്കൗണ്ട് പേയിന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ. ഇപ്പോൾ ബിക്കാണ് ചെക്ക് കിട്ടിയിരിക്കുന്നത്. ബിയുടെ പേരാണ് ചെക്കിലുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കനറ ബാങ്കിലാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം? ബിയുടെ അക്കൗണ്ടിൽ തന്നെ വരവ് വയ്ക്കണം. ക്ലിയർ. അപ്പോൾ ബി സിക്ക് ചെക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. സിയുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പേര് എഴുതുന്നത് ബുദ്ധിമുട്ടായിട്ട് മാറും. ക്ലിയർ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമായിട്ട് വരുന്നതുകൊണ്ട് ക്ലിയർ വേറൊരു വ്യക്തിക്ക് ആ ചെക്ക് കൊണ്ടുപോയിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയെടുക്കാൻ പറ്റില്ല. ക്ലിയർ. അൺലെസ് അത് ട്രാൻസ്ഫറൊക്കെ ചെയ്തിട്ട് എൻഡോഴ്സ്മെൻ്റ് ഒക്കെ ചെയ്തതാണെങ്കിൽ എൻഡോസ് ചെയ്ത് കിട്ടുന്ന വ്യക്തി പേയി ആയിട്ട് മാറും. ക്ലിയർ. അപ്പോൾ അയാളുടെ അക്കൗണ്ടിലൂടെ പൈസ മാറ്റിയെടുക്കാം. ക്ലിയർ. അല്ലാതെ കൈവശക്കാരൻ അവിടെ പോയിട്ട് അയാളുടെ അക്കൗണ്ടിലൂടെ കൈവശക്കാരൻ്റെ അക്കൗണ്ടിലൂടെ പൈസ മാറ്റിയെടുക്കാൻ പറ്റില്ല. അതാണ് അക്കൗണ്ട് പേയുടെ ഒരു പ്രത്യേകത. So in other words, the collecting banker should ensure that the amount of the check is credited only to the account of the payee. Clear. So in reality such check becomes നോട്ട് നെഗോഷ്യബിൾ. ഇങ്ങനെയുള്ള ചെക്ക് സാധാരണ ഇതിൽ നെഗോഷ്യബിൾ ആയിട്ട് മാറില്ല. കാരണം എന്താ, അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ലേ വരവയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് വേറൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നോട്ട് നെഗോഷ്യബിൾ ആയിട്ട് മാറുന്നു. സോ ഇഫ് എ കളക്ടിംഗ് ബാങ്കർ കളക്ട്സ് ക്രോസ് ദി ചെക്ക് for any other person than that of the payee, it will be constitute a negligence on the part of the banker, and he will lose the statutory protection given under the section 131 of the act. Clear. അപ്പോൾ ഒരു കളക്ടിംഗ് ബാങ്കർക്ക് കിട്ടുന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടു എന്ന് വരും. ക്ലിയർ. അപ്പോൾ വേറൊരാൾ പേയി പിന്നീട് അത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ പേയുടെ അക്കൗണ്ടിലേക്കും അത്രയും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ. അപ്പം അങ്ങനെ ഒരു നേച്ചർ ഉണ്ട്. അപ്പോൾ നോട്ട് ജനറലി അക്കൗണ്ട് പേ ചെക്കുകൾ നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ചെക്കായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഡബിൾ ക്രോസിംഗ്. എന്താണ് ഡബിൾ ക്രോസിംഗ്? സോ ഡബിൾ ക്രോസിംഗ് മീൻസ് ക്രോസിംഗ് എ ചെക്ക് എസ്പെഷ്യലി ടു മോർ ദാൻ വൺ ബാങ്കർ. ക്ലിയർ. ഒരു ബാങ്കറിൽ കൂടുതൽ ബാങ്കറിൻ്റെ പേജിൽ ക്ലിയർ എഴുതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെക്കുകൾ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡബിൾ ക്രോസിംഗ് എന്ന് പറയുന്നു. എ check cannot have double or special crossing because the very purpose of first crossing is defeated with the second crossing. അല്ലേ? ഇപ്പോൾ ഡബിൾ ക്രോസിങ്ങിൽ അല്ലേ എന്താ അതിൻ്റെ അർത്ഥം? ക്രോസിങ് ചെയ്തിട്ട് കനറ ബാങ്ക് എഴുതി. ക്ലിയർ. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? അവിടെ ഇന്ത്യൻ ബാങ്ക് എഴുതുന്നു. ക്ലിയർ. അപ്പോൾ എന്താണ് അതിനർത്ഥം? ആദ്യം ഒരു ബാങ്കിന് പൈസ കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ ക്രോസിങ് ചെയ്തു, വീണ്ടും എന്ത് ചെയ്യുന്നു? വേറൊരു ബാങ്കിന് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ഇത് എഴുതുന്നതോടുകൂടി പഴയത് ക്യാൻസലായിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ? എങ്ങനെയുള്ളൊരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ക്രോസിങ്ങിൻ്റെ നേച്ചർ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ. സോ ഹൗവർ there is one exemption to this rule for special purpose. If the banker to whom a check is specially crossed does not have a branch at its own place, clear, or paying banker, he may cross the check specially to another banker who act as an agent for the purpose of collection. Clear. അപ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ ക്രോസിംഗ് വരുന്നൊരു കേസിൽ ആ ക്രോസിംഗ് തന്നെ എന്ത് ചെയ്യുന്നു? ലെജിറ്റിമേറ്റ് ആയിട്ട് അല്ലേ അല്ലാതായിട്ടും ലെജിറ്റിമേറ്റ് അല്ലാതായിട്ട് മാറുന്നു. അതുകൊണ്ട് ഈ ചെക്കുകളുടെ ക്രോസിംഗ് ക്ലിയർ ക്യാൻസൽ ചെയ്യുകയും അതിൽ പൈസ കിട്ടാതെ ആകുകയും ചെയ്യും. ക്ലിയർ. പക്ഷേ അതിനൊരു എക്സംഷൻ കൂടി ഉണ്ട്. ക്ലിയർ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതി ക്ലിയർ കനറ ബാങ്ക് എഴുതി. ക്ലിയർ. പക്ഷേ പൈസ കൊടുക്കേണ്ട SBIയുടെ ബാങ്കാണെന്ന് വിചാരിക്കുക. SBIയുടെ ബ്രാഞ്ച് ക്ലിയർ നമ്മൾ ഈ കനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ അവിടെ ഇല്ല. ക്ലിയർ. ദർ ഇസ് നോ കനറ ബാങ്ക് ക്ലിയർ സിറ്റുവേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. പേയിങ് ബാങ്കറിൻ്റെ പ്ലേസിലില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഉള്ളത് ഇന്ത്യൻ ബാങ്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കനറ ബാങ്ക് എന്ത് ചെയ്യും? ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിനെ ഓതറൈസ് ചെയ്യും പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും?
ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അഡീഷണൽ ക്രോസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഒരു ക്രോസ് ഉണ്ട്, വീണ്ടും ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ ബാങ്ക് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ക്രോസിംഗ് ആയിട്ട് മാറും. ക്ലിയർ? ഈ കേസിൽ ഇത് വാലിഡ് ആണ്. ഓക്കെ. സോ ഒബ്റ്റെയിനിങ് അടുത്തൊരു വേറൊരു ടേമാണ് ഒബ്ലിറ്ററേറ്റിംഗ് എ ചെക്ക് ഓർ ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിംഗ്. ക്ലിയർ? സോ ഒബ്ലിറ്ററേറ്റിംഗ് എ ക്രോസിംഗ് മീൻസ് ഇറേസിംഗ് ദ ക്രോസിംഗ് ഓൺ ദ ചെക്ക്. ഒരു ചെക്കിലുള്ള ക്രോസിങ്ങിനെ മാച്ച് കളയുന്നതിനെ പറയുന്ന പേരാണ് ഒബ്ലിറ്ററേറ്റിംഗ്. ക്ലിയർ? സംടൈംസ് ദ ക്രോസിംഗ് ഓൺ എ ചെക്ക് ഈസ് erased by a dishonest person. Clear? ഇങ്ങനെ such obliteration may be done or may be made so cleverly as to make it difficult for the paying banker to detect it. അല്ലേ? വളരെ പേയിങ് ബാങ്കർക്ക് അറിയാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നു, ആദ്യം ക്രോസ് ചെയ്തത് തന്നെ അല്ലേ വിദഗ്ധമായിട്ട് അതേപോലത്തുള്ള അല്ലേ അല്ലെങ്കിൽ ചെക്കിൻ്റെ കളറൊക്കെ ഉള്ള മഷിയൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നു, മാച്ച്. ക്ലിയർ? അങ്ങനെ ചെയ്യുന്ന ഒബ്ലിറ്ററേറ്റിംഗ് വരുമ്പോൾ പേയിങ് ബാങ്കർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ക്ലിയർ? ഇത് ക്ലിയർ ഡിസോണസ്റ്റ് പേഴ്സൺസ് ഇങ്ങനെ അത് ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരും. ആൻഡ് കോൺസിക്വൻ്റ്ലി ഹി മേ മേക്ക് പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ടു ദ കസ്റ്റമർ. ക്ലിയർ? സോ ഇൻ സച്ച് എ കേസ് statutory protection is available for the paying banker if the following conditions are satisfied. Clear? സാധാരണ ഗതിയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടില്ല. ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടുള്ളൊരു ചെക്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഒബ്ലിറ്ററേറ്റിംഗ് ഓഫ് ക്ലോസിങ് ചെയ്തിട്ടുള്ളൊരു ചെക്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, കൗണ്ടറിലൂടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പേയിങ് ബാങ്കർക്കാണ് റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഈ ഒബ്ലിറ്ററേറ്റിംഗ് വളരെ പെട്ടെന്ന് വിസിബിൾ അല്ലാത്ത രീതിയിൽ, ക്ലിയർ, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, താഴെ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് പേയിങ് ബാങ്കർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ക്ലിയർ? 1. ഒബ്ലിറ്ററേറ്റിംഗ് ഇസ് നോട്ട് അപ്പാരൻറ്റ് ഓർ ക്ലിയർ. അല്ലേ? ഒബ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ക്ലിയർ? ക്രോസ് ചെയ്യാത്ത ചെക്കിനെ പോലെ തന്നെ അത് കാണുന്നു എങ്കിൽ. ക്ലിയർ? സോ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ഡ്യൂ കോഴ്സ്. ക്ലിയർ? പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇൻ ഡ്യൂ കോഴ്സിലാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നെഗ്ലിജൻസ്. ഇങ്ങനെയുള്ള കേസിൽ ഒരു പേയിങ് ബാങ്കർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിഞ്ഞു മാറാൻ പറ്റും. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ആൻഡ് ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്? ആർക്കാണ് ഒരു ചെക്കിനെ ക്രോസ് ചെയ്യാൻ പറ്റുക? ക്ലിയർ? ആർക്ക് ചെക്ക് ക്രോസ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം എന്താ, ആരാണോ ചെക്ക് ഡ്രോ ചെയ്യുന്നത്, അല്ലേ, അക്കൗണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ഡ്രോയർ. സോ നോർമലി ഡ്രോയർ ഓഫ് എ ചെക്ക് വിൽ ക്രോസ് എ ചെക്ക്. ക്ലിയർ? അപ്പോൾ ജനറലായിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രോയർ തന്നെയാണ് ചെക്ക് ക്രോസ് ചെയ്യുക. സോ സ്പെഷ്യലി, ക്ലിയർ, ജനറലി ആയിട്ടോ സ്പെഷ്യലി ആയിട്ടോ അയാൾക്ക് തന്നെ ക്രോസ് ചെയ്യാം. ആൻഡ് ആഡ് ദ വേർഡ്സ് നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് പേയിങ്ങിനൊക്കെ ആഡ് ചെയ്തിട്ട് അയാൾക്ക് തന്നെ എഴുതാം. ദെൻ ഇഫ് ദ ഡ്രോയർ ഇഷ്യൂസ് ആൻ അൺക്രോസ്ഡ് ചെക്ക്, ഹോൾഡർ ക്യാൻ ക്രോസ് ഇറ്റ് ജനറലി ഓർ സ്പെഷ്യൽ. ക്ലിയർ? അതായത് കിട്ടുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ക്രോസ് ചെയ്യാം. അല്ലേ? ഒരു ചെക്ക് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ചെക്ക്, ക്ലിയർ, പേരൊക്കെ എഴുതിയിട്ട് ക്ലോസ് ചെയ്യാത്ത ഓപ്പൺ ചെക്ക് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ചെക്ക് കിട്ടിയിരിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാം, 2 ലൈൻ വരച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അയാളുടെ അക്കൗണ്ടിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അല്ലേ? അപ്പോൾ അത് ക്രോസിംഗ് ആയിട്ട് അപ്പോഴും ക്രോസിങ് ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ ചെക്ക് റിസീവ് ചെയ്ത വ്യക്തിക്കും ക്രോസ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ അക്കൗണ്ട് പേ ചെയ്യുന്നോ നോട്ട് നെഗോഷ്യബിളെന്നോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേരോ സ്പെഷ്യൽ ക്രോസിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമ്പർ 3. If the check is crossed generally by a drawer, the holder can cross it special. Clear? ഇനി ജനറൽ ക്രോസിങ് ചെയ്തൊരു ചെക്കാണെന്ന് വിചാരിക്കുക. ക്ലിയർ? അക്കൗണ്ട് പേയി എന്ന് എഴുതിയും കൊണ്ട് കൊടുത്തു, ജനറൽ ക്രോസ് ചെയ്തതാണ്. ക്ലിയർ? കിട്ടിയ വ്യക്തി എന്ത് ചെയ്തു, ഈ ചെക്ക് കിട്ടിയിട്ടുള്ള വ്യക്തി അതിലെന്ത് ചെയ്തു, കനറ ബാങ്ക് എന്ന് എഴുതി. ക്ലിയർ? അപ്പോൾ എന്തായി, സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ജനറൽ ക്രോസ് ചെയ്തിട്ടുള്ള ഡ്രോയർ ജനറൽ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ചെക്കിനെ ഡ്രോയിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ദറ്റ് ഈസ് പേയ്. അല്ലെ? ആർക്കാണോ പൈസ കിട്ടേണ്ടത് ആ വ്യക്തിക്ക്, ചെക്കിൻ്റെ ഹോൾഡർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ജനറലി സ്പെഷ്യലി ബൈ എ ഡ്രോയർ without the words not negotiable and account pay, the holder can add the word. Clear? അപ്പോൾ ജനറലായിട്ടോ സ്പെഷ്യലായിട്ടോ എഴുതിയിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ വെറുതെ 2 ലൈൻ മാത്രം വരച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതെന്താ, ജനറൽ ക്രോസിംഗ് ആണ്. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ, ഹോൾഡർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് പേ ചെയ്യുന്ന മാത്രം വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? അതല്ല, ക്ലിയർ, 2 ലൈൻ മാത്രം എഴുതിയിട്ട് കനറ ബാങ്ക് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് മാറി. ക്ലിയർ? അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും അക്കൗണ്ട് പേ ചെയ്യുന്ന വേണമെങ്കിൽ എഴുതാം, എൻ്റെ നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ? അപ്പം ഇങ്ങനെ അതും ചെയ്യാൻ പറ്റും. സോ if a check is closed, especially the banker
to whom it is crossed may obtain a cross it specifically to another banker for collection. അല്ലേ, ചില കേസിൽ ഏത് ബാങ്കർക്കാണോ ചെക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ, ഇപ്പം കനറ ബാങ്കിന് എഴുതിയിട്ടെന്ന് വിചാരിക്കുക. ആ കനറ ബാങ്കിന് ക്ലിയർ ഈ പേയിങ് ബാങ്കറിൻ്റെ അവിടെ എന്തില്ല, ബ്രാഞ്ചൊന്നും ഇല്ല. അങ്ങനെയുള്ളൊരു കേസിൽ അവർക്ക് എന്ത് ചെയ്യാം, വേറൊരു ബാങ്കിൻ്റെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഡബിൾ ക്ലോസ് ആയിട്ട് നമുക്ക് പറയാം. അവിടെ ഈ ഇത്തരത്തിലുള്ള ഡബിൾ ക്ലോസ് മാത്രം വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇതൊക്കെയാണ് ക്ലോസിങ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. ദെൻ ഓപ്പണിംഗ് ഓഫ് ക്ലോസിങ്. സോ ഇഫ് ദി ക്ലോസിംഗ് ഓഫ് എ ചെക്ക് ഈസ് ക്യാൻസൽഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദി ഓപ്പണിംഗ് ഓഫ് എ ചെക്ക്, ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ്. ക്ലിയർ, ഓൾറെഡി ക്ലോസ് ചെയ്തിരിക്കുന്ന ചെക്ക് ക്യാൻസൽ, അതിൻ്റെ ക്ലോസിംഗ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു, ഓപ്പണിംഗ് ഓഫ് ക്ലോസിംഗ് എന്നാണ് പറയുക. ക്ലിയർ. സോ വാട്ട് ഈസ് ഓപ്പണിംഗ് ഓഫ് എ ക്ലോസിംഗ്? If the closing of a check, closing in a check is cancelled subsequently, then it is called opening of closing. Then it becomes open check. അതെന്തായിട്ട് മാറുന്നു, ഓപ്പൺ ചെക്ക് ആയിട്ട് പിന്നീട് മാറും. സോ ദ ഡ്രോയർ alone has the right to cancel the closing. ക്ലിയർ. ആർക്കാണ് ഒരിക്കൽ ക്ലോസ് ചെയ്ത ചെക്കിനെ വീണ്ടും അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? ഡ്രോയർക്ക് മാത്രമേ പറ്റൂ. ക്ലിയർ. സോ he can cancel the closing by writing the word pay cash and putting his full signature. Clear. ഇപ്പോൾ ചെക്കിൻ്റെ അവിടെ, ക്ലോസിങ്ങിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നു, പേ ക്യാഷ് എഴുതി ക്ലിയർ ഫുൾ സിഗ്നേച്ചർ ഇടുകയാണെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും? ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്ലിയർ ക്യാൻസലിങ് ദി ക്ലോസിങ്. ക്ലിയർ. അപ്പോൾ അതെന്തായിട്ട് വന്നു, ഓപ്പണിങ് ദി ക്ലോസിങ് ആയിട്ട് അറിയപ്പെടും. അപ്പോൾ അവിടെ ക്ലോസിങ് ക്യാൻസലായിട്ട് ട്രീറ്റ് ചെയ്യുകയും ക്ലിയർ കൗണ്ടറിലൂടെ പൈസ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, so these are all some of the information related to closing. Next is demand draft. So a demand draft is an instrument used for effecting transfer of money from one place to another, from one person to another. അല്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ DD. സോ ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അല്ലേ, അത് നെഗോഷ്യബിൾ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നില്ല, ഇത് നെഗോഷ്യബിൾ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിലും it can be treated as negotiable. So a demand draft has been defined by Negotiable Instrument Act 1881 in section 85. So a DD or demand draft is an order to pay money drawn by one office of a bank upon another office of the same bank for a sum of money payable ടു ഓർഡർ ഓൺ ഡിമാൻഡ്. ക്ലിയർ. അയാളുടെ പേർക്കാണോ അത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഓർഡർ അനുസരിച്ചിട്ടോ ഒരു നിശ്ചിത തുക, അല്ലേ, ഒരു നിശ്ചിത ഇവരുടെ ഏത് ബാങ്കാണോ ഇഷ്യൂച്ചെന്ന് അതേ ബാങ്കിൻ്റെ മറ്റൊരു ശാഖയോട് ക്ലിയർ കൊടുക്കുന്നതിന്, പൈസ കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറാക്കപ്പെടുന്ന ഒരു ഓർഡർ ഇൻസ്ട്രുമെൻ്റാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. സോ വാലിഡിറ്റി പീരീഡ് ഓഫ് ദ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് 3 months. നോർമലി ചെക്കിൻ്റെ അതേ വാലിഡിറ്റിയാണ് വരുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ബി റീവാലിഡേറ്റഡ് ഓൺ ആപ്ലിക്കേഷൻ. വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് റീവാലിഡേറ്റ് വീണ്ടും ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ നെവർ ബി ഡിസോണേർഡ് ബിക്കോസ് ഇറ്റ്സ് പേയ്മെൻറ്റ് ഈസ് ഡൺ ഇൻ അഡ്വാൻസ്. അല്ലേ, അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ പൈസ കൊണ്ട് അടച്ചിട്ടാണ് DD എടുക്കുക. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കുക്ക് അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസോണർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ. വേണമെങ്കിൽ എന്നെ റീവാലിഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. സോ എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓഫ് ₹20,000 or more can be issued only with account pay closing. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 20,000 രൂപയിൽ കൂടുതൽ വരുന്ന ഒരു തുകയ്ക്കാണ് DD ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അവിടെയും കൗണ്ടറിലൂടെ പൈസ കൊടുക്കാറില്ല. പകരം എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ ബി cleared only through account payee closing. Clear. Account payeeയിലൂടെ മാത്രമേ കൊടുക്കൂ. Then difference between check and demand draft. Check and DD difference. So check is issued by an individual, but draft is issued by a bank. Clear. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത്, ഡ്രോ ചെയ്ത് സൈൻ ചെയ്യുന്നത് ആരാണ്, വ്യക്തിയാണ്, കസ്റ്റമറാണ്, അല്ലേ. പക്ഷേ DD ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, ബാങ്കറാണ്. ക്ലിയർ. ഓക്കെ. Check is drawn by an account holder of a bank and draft is drawn by a bank, clear, on another branch of the same bank. Clear. ഇതേ ബാങ്കിൻ്റെ വേറൊരു ബ്രാഞ്ചിനോട് പറയാണ് എത്ര പൈസ കൊടുക്കും. ക്ലിയർ. അപ്പോൾ ബാങ്ക് തന്നെയാണ് ഡ്രോ ചെയ്യുന്നത്. സോ ഇൻ എ ചെക്ക്, drawer or drawee are different person.
ഡ്രോയറും ഡ്രോയിയും ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ ഇന്ന് ഡ്രോയർ എന്ന് പറയുന്ന ഒരു ബാങ്ക് തന്നെയാണ്, ഡ്രോയി എന്ന് പറയുന്നത് ഒരു ബാങ്ക് തന്നെയാണ്. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ SBIയുടെ പാലക്കാട് ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ പറയുന്നു, ക്ലിയർ, SBIയുടെ ക്ലിയർ ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്ക് പൈസ കൊടുക്കാൻ വേണ്ടി. ക്ലിയർ? അപ്പോൾ ഈ ട്രിവാൻഡ്രം ബ്രാഞ്ച് എന്ന് പറയുന്നത് അല്ലേ, പാലക്കാട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ SBI തന്നെയാണ്. അപ്പോൾ രണ്ട് സെയിം തന്നെയാണ്, SBI തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സെയിം ആയിട്ട് മാറും. ഡ്രോയറും ഡ്രോയിയും സെയിം ആയിരിക്കും DDയിൽ. ക്ലിയർ? സോ ചെക്ക് ഈസ് ഡിഫൈൻഡ് as a negotiable instrument act, clear, but a draft is not specifically and precisely defined in negotiable instrument act. Okay. Then a check can be dishonored for want of sufficient balance of the amount. ചെക്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ചെക്ക് വേണമെങ്കിൽ ഡിസോണർ ചെയ്ത് തിരിച്ചയക്കാം, പൈസ കൊടുക്കാതെ തിരിച്ചയക്കാം. പക്ഷേ ഡ്രാഫ്റ്റ് കനോട്ട് ബി ഡിസോണർഡ്. കാരണം എന്താ, ഓൾറെഡി കസ്റ്റമർ പൈസ അടച്ചിട്ടാണ് ഡ്രാഫ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് കസ്റ്റമർ ആവശ്യപ്പെടുകയാണ്, പൈസ കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അതല്ലാത്ത സന്ദർഭത്തിൽ പൈസ കൊടുത്തേ പറ്റൂ. ക്ലിയർ? ദെൻ പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ക്യാൻ ബി സ്റ്റോപ്പ്ഡ് ബൈ ദ ഡ്രോയർ. അല്ലേ, പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിയർ? ഇന്ന ആൾക്ക് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ. ക്ലിയർ? സ്റ്റോപ്പ് മെമ്മോ എന്നൊക്കെ പറയും. ബട്ട് യൂഷ്വലി പേയ്മെൻറ്റ് ഓഫ് ഡ്രാഫ്റ്റ് കനോട്ട് ബി സ്റ്റോപ്പ്. അത് ഇഷ്യൂ ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലേ? അതല്ലാതെ ഫുൾ ടൈം കഴിഞ്ഞിട്ട് വീണ്ടും ക്യാൻസലേഷന് വേണ്ടി അത് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? ഇൻ ചെക്ക് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ആഫ്റ്റർ പ്രസൻറ്റിങ് ദ ചെക്ക് ടു എ ബാങ്ക്. അല്ലേ, ഒരു ബാങ്കിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക. വൈൽ DD ഈസ് ഗിവൺ ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ് ടു എ ബാങ്ക്. ക്ലിയർ? പേയ്മെൻറ്റ് നമ്മൾ പൈസ കൊണ്ട് ബാങ്കിൽ അടച്ചാൽ മാത്രമേ DD കിട്ടുള്ളൂ, അല്ലേ? ചെക്കാണെങ്കിലോ ചെക്ക് കൊണ്ട് കൊടുത്തിട്ട് വേണം പൈസ വാങ്ങിക്കാൻ. ഓക്കെ. സോ ചെക്ക് ഈസ് നോട്ട് ബാക്ക്ഡ് ബൈ എ ബാങ്ക് ഗ്യാരണ്ടി. ചെക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ബാങ്ക് ഗ്യാരണ്ടി ഒന്നും അതിലൂടെ കിട്ടുന്നില്ല. വേറെ ഡ്രാഫ്റ്റ്, ക്ലിയർ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ഗിവൺ ബൈ എ ബാങ്ക്. അല്ലേ, ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനോട് ബ്രാഞ്ചിനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യണം, ഇത്രയും പൈസ മറ്റൊരാൾക്ക് കൊടുക്കാമെന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് അവിടെ പറയുന്നത്. ക്ലിയർ? സോ ഇറ്റ്സ് മോർ സെക്യൂർ. ക്ലിയർ? Then a check can be made payable either to the bearer or to the order, but a demand draft is usually payable to the order of a certain person. Bearerക്കല്ല, order of a certain person. Clear? അപ്പോൾ അവരുടെ പേർക്കാണോ ഡ്രാഫ്റ്റ് വേണ്ടത്, അവരുടെ പേര് എഴുതിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കാണ് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം.